ജോസേട്ടാ, ആ അതായത് അവര് എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. ഏ ആ അതായത് ദൈവത്തോട് നിങ്ങൾ എത്രമാത്രം ചേരണോ അത്രമാത്രം നമുക്ക് പുറത്തുനിന്ന് അകത്തുനിന്നൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കും. ആ മനസ്സിലായോ? ഉം. ആ ആ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ഈ ജീവിതത്തിൽ നമുക്കും അതിന്റെ ഭാഗഭാഗിത്വമുണ്ട്. ഉം. മനസ്സിലായോ? അതെ. ആ ആ അതായത് ശരീരത്തിൽ പീഡനമേറ്റിട്ടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പൗലോസപ്പോസൻ പറയുന്നു. ഏ പൗലോസപ്പോസൻ പറയുന്നുണ്ട്. ആ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരീരത്തിൽ സഹിച്ചത് ഭാഗത്തോട് വിടവാങ്ങി. വാക്കത്തി എടുത്ത് അല്ലെങ്കിൽ വെട്ടുകത്തി എടുത്തിട്ട് ശരീരം വെട്ടിമുറിക്കുമ്പോൾ മാത്രമല്ല ശരീരത്തിന് വേദനിക്കുക. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മുറിവായിരിക്കും മനസ്സിന് മുറിവ്. ആ അപ്പൊ അതുകൊണ്ട് അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വചനം അനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നത്. അത് വചനം അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. അപ്പോഴാണ് നമ്മുടെ വിശുദ്ധി വർദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ ഇടവരും. മനസ്സിലായോ? ഇത് ഇതിനു മുമ്പ് പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പൊ വിശുദ്ധിയിലേക്ക് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ് നമ്മൾ മുൻപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളും. പക്ഷെ ഈ പ്രവൃത്തികള് ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറും. പല വചനങ്ങളും നിറവേറും. മനസ്സിലായ? അപ്പൊ ശരീരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അതായത് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഈ ഊട്ടല് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നത്. ഊട്ടലും കൊടുക്കലും. മനസ്സിലായ? ഊട്ടലും കൊടുക്കലും മാത്രമല്ല സ്നേഹം. നമ്മൾ പറയുന്നില്ലേ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും കഴിയണം. അവരുടെ അജ്ഞത മൂലമാണ്, അറിവില്ലായ്മ മൂലമാണ്, കുറവുകൾ മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അവരോട് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ നമുക്ക് കഴിയണം. അപ്പൊ അവരെ ക്ഷമിക്കുന്ന സ്നേഹത്തോടെ നമുക്ക് അവരെ വഹിക്കാൻ കഴിയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള സഹനം, അതാണ് നമ്മുടെ ജീവിതത്തിലെ വിലയുള്ളതായിട്ട് മാറുന്നത്. ഈ സഹനം വഴി നമ്മൾ വിശദീകരിക്കപ്പെടും. ഇതാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹം വഴി നമ്മുടെ വിശദീകരണം നടക്കും. എന്ന് പറഞ്ഞാല് ദൈവസ്നേഹം നമ്മിൽ കടന്നു വരുമ്പോ പാപമോചനം നടക്കും, നമ്മൾ അറിയാണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ വചനത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാവാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ. അതിനോട് പരിശുദ്ധാത്മാവോട് വചനം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ധ്യാനിക്കാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല പരിശുദ്ധാത്മാവേ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ, അവിടുന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇതിന്റെയൊക്കെ അർത്ഥം എന്ത്, ഇതിന്റെയൊക്കെ പൊരുളെന്ത്. വചനത്തിൽ പല ആൾക്കാരും കർത്താവിനോട്, ദൈവത്തോട്, പരിശുദ്ധാത്മാവോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. ഇതിന്റെ അർത്ഥം എന്ത് മാതാവ് ചോദിക്കുന്നില്ലേ? എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരണം, ഇതെനിക്ക് മനസ്സിലാക്കാനുള്ള കൃപ തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അനേകരോട് ഇത് പറയണം ഈശോയെ, എനിക്ക് അനേകരോട് ഇത് പറയണം ഈശോയെ, പരിശുദ്ധാത്മാവ് എനിക്ക് ഇത് പറയണം, പ്രഘോഷിക്കണം, അതിനെ എന്നെ പഠിപ്പിക്കുക ഈശോയെ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായ? വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ്. മനസ്സിലായ? കർത്താവിന് വേണ്ടി വേല ചെയ്തവന് കൂലിയുണ്ട്. വചനം പ്രഘോഷിച്ച് അതിന് കൂലിയുണ്ട്. അത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അത് മനുഷ്യൻ തന്നില്ലെങ്കിൽ, ഈ ലോകം തന്നില്ലെങ്കിൽ ദൈവം തരും. ഈ ഉറപ്പും ധൈര്യമൊക്കെ നമുക്ക് വേണം. നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട് വീഴുന്ന ആൾക്കാരായിട്ട് മാറരുത്. മനസ്സിലായ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും ബോധം കെട്ട്, ക്ഷമ കെട്ട്, ബോധം കെട്ട്, സുബോധം അല്ലാണ്ട് വീണ് കിടക്കുന്ന ആൾക്കാർ, ചത്തുപോണ ആൾക്കാർ ആവരുതെന്ന്. മനസ്സിലായോ? ഈ ദിവസത്തിന് ഇന്നിന്റെ ഭാരം മതി, നാളെയെ കുറിച്ച് നാളത്തെ ദിനം തന്നെ ആകുലപ്പെട്ടുകളും എന്നാണ് വചനം പറയാൻ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ചെയ്യുന്ന പ്രവൃത്തി അത് ചെയ്യണതൊക്കെ വിജാതീരാന്നാ പറഞ്ഞിരിക്കണേ.